അടിക്ക് തിരിച്ചടി. ജോർദാൻ ആക്രമണത്തിന് തിരിച്ചടിയുമായി അമേരിക്ക ഇറാനിൽ വൻ വ്യോമാക്രമണം നടത്തി. ഇവിടെ പശ്ചിമേഷ്യൻ സംഘർഷം ഇതോടുകൂടി തന്നെ വീണ്ടും അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ ശക്തമായ തിരിച്ചടിയുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US സൈന്യം വ്യോമാക്രമണം നടത്തിയതായി തന്നെ US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകാൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ താൽക്കാലികമായി വ്യോമാക്രമണം അവിടെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ജോർദാനിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണ ശ്രമം ആ നീക്കത്തിന് വിരാമമിട്ടിരിക്കുകയാണ്. ഇതോടെയാണ് വീണ്ടും അമേരിക്ക ആകട്ടെ ആക്രമണ പാതയിലേക്ക് മടങ്ങിയത്. ഇറാന്റെ പ്രകോപനത്തിന് ശക്തമായ മറുപടി നൽകും, ഇനി ഞങ്ങളുടെ ഊഴമാണ് എന്നതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതെന്നും മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടത്തിയതെന്നും വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ രാത്രി 8 മണിയോടെയാണ് അമേരിക്കൻ വ്യോമസേന ആക്രമണം ആരംഭിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ US സൈനിക സാന്നിധ്യത്തെ നേരിട്ട് ലക്ഷ്യമിട്ട ഇറാന്റെ നടപടി പിന്നാലെ തന്നെ അമേരിക്ക സ്ഥിരീകരിച്ച ഈ തിരിച്ചടിയാകട്ടെ അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന തിരിച്ചടി മേഖലയിൽ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. നയതന്ത്ര ചർച്ചകളേക്കാൾ സൈനിക മറുപടിക്കാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും മുൻഗണന നൽകുന്നതെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അമേരിക്കയുടെ പുതിയ ആക്രമണത്തിന് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഈ ലോകം ഉറ്റുനോക്കുന്നതും. തിരിച്ചടി തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനും ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യങ്ങളെയും ഗുരുതരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയും ശക്തമാകുന്നു എന്നതാണ് സുരക്ഷാ നിരീക്ഷകരുടെ വിലയിരുത്തലായി തന്നെ പറയുന്നത്. ഇറാനും US-ഉം അന്യോന്യം ആക്രമണം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് ഇപ്പോൾ ഈ ഒരു തകർച്ച സംഭവിച്ചത്. 5 ഡ്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിക്ക് തിരിച്ചടി എന്നോണമായി തന്നെ ഇവിടെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് US ഇറാനെ കത്തിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് US അറിയിച്ചത്. സെൻട്രൽ കമാൻഡ് അറിയിച്ച മണിക്കൂറുകൾക്കകമാണ് ഇത് സംഭവിച്ചതും. ജോർദാനിലെ സെൻകോം ആസ്ഥാനവും അതേപോലെ മറ്റു വ്യോമ താവളവും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരുന്നു. ഇറാനെ ആക്രമിക്കാൻ സൈന്യം സജ്ജമായിരിക്കുകയാണ് എന്നതാണ് സെൻകോം അറിയിച്ചത്. ഇറാഖിലെ ഇറാൻ അനുകൂല സംഘം US സഖ്യസേനയും തമ്മിൽ പുതിയ പോർമുഖം തുറന്നതിന് സമാന്തരമായാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച പരസ്പരം രൂക്ഷാക്രമണം നടത്തിയതിനു ശേഷം ഇരു കൂട്ടരും 3 ദിവസം മുൻപാണ് സംഘർഷം അവസാനിപ്പിച്ചത്. അതിനിടെ തന്നെ അനുമതിയില്ലാതെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പൽ ബുധനാഴ്ച ആക്രമിച്ചെന്നും 3 എണ്ണം തടഞ്ഞുവെന്നും IRGC അറിയിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ഹോർമൂസിലെ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ തന്നെ പോയതിനാലാണ് കപ്പൽ ആക്രമിച്ചതെന്നതായിരുന്നു ഇവരുടെ വിശദീകരണം. മാത്രമല്ല, യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോയ ഒരു കപ്പലിന് നേരെ എണ്ണക്കപ്പൽ ആക്രമിച്ചതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ജോർദാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ട് അവിടെ ഇറാൻ ആകട്ടെ രംഗത്ത് വരികയും ഇതിന് അടിക്ക് തിരിച്ചടി എന്നോണം ഇറാൻ കത്തിച്ചുകൊണ്ട് അമേരിക്ക ആകട്ടെ അവരുടെ കോപം അവിടെ കാണിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ, അതായത് ബുധനാഴ്ച രാവിലെ തന്നെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തു എന്നതാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. അതിന് മണിക്കൂറുകൾക്കകം വലിയൊരു ആക്രമണം ഉണ്ടാവുകയും ജോർദാനിലെ സെൻകോം ആസ്ഥാനവും അതേപോലെ തന്നെ മുവാഹക് സൽദി എന്ന വ്യോമ താവളവും ആകട്ടെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയെന്നതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചതും. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച പരസ്പരം രൂക്ഷാക്രമണം നടത്തിയതിനു ശേഷം ഇരു കൂട്ടരും 3 ദിവസം മുൻപാണ് സംഘർഷം അവസാനിപ്പിച്ചത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.